ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി ഫിസിക്സിലെ എല്ലാ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലെറ്റസ് അസസ് ഭാഗങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകമുള്ള ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സോഴ്സ് വഴി ഈ പറയുന്ന ഫിസിക്സിലെ ചാപ്റ്ററുകളെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജോലി എന്താണ്, മോഡൽ ചോദ്യ പേപ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്തായാലും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ SCERT എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 സെറ്റ് മോഡൽ ചോദ്യ പേപ്പർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സെറ്റ് എ ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ചോദ്യ ഉത്തരം എന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഈ പറയുന്ന ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെന്നാണ്. സോ ആ ടോപ്പിക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി എടുത്ത് റിവൈസ് ചെയ്യണം. തുടങ്ങാമല്ലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് നിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ പറയുന്നൊരു പരാതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യം വായിച്ചിട്ട് കൃത്യം കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ വാട്ട് ഈസ് റെസണൻസ് എന്ന് ചോദിച്ചെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഇവിടെ റെസണൻസിൻ്റെ അതേ കാര്യം തന്നെയാണ്, ഒന്ന് മാറ്റി ചോദിച്ചു എന്നേ ഉള്ളൂ. എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ്. അപ്പോൾ ഒരു സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ അടുത്താണ്. ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്, ദ ഒബ്ജക്റ്റ് വൈബ്രേറ്റ്, ദ ഒബ്ജക്റ്റ് റിഫ്ലക്ട് ദ സൗണ്ട് വേവ്, ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസൊണൻസ്, ദ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസസ് എ ഡിഫറൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, മറ്റൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസിയും ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസൊണൻസ് ശരിയാണ്. ഈ ആദ്യത്തെ സൗണ്ട് വേവ് കാരണം രണ്ടാമത്തെ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതും ശരിയാണ്. പക്ഷേ റിഫ്ലക്ട് ദ സൗണ്ട് വേവ് എന്ന് പറയുന്നതും പ്രൊഡ്യൂസേഴ്സ് ഡിഫറൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നതും ഇവിടെ തെറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, മയോപ്പിയ ഓർ ദ ഷോർട്ട് സൈറ്റഡ്നെസ് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസസ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മയോപ്പിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ ഈ പറയുന്ന ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് പതിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ മയോപ്പിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പോൾ ഈ ലെൻസ് ആദ്യം ലൈറ്റിനെ ഒന്ന് ഡൈവേർജ് ചെയ്യും. ആ ഡൈവേർജ് ചെയ്ത ലൈറ്റ് വന്ന് തട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്ത് പറ്റും, റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ റീസൺ എന്താണ്, കോൺകേവ് ലെൻസസ് ഡൈവേർജ് ദ ലൈറ്റ് റേ ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ശരിയെന്ന് പറയാം. മൂന്നാമത്തെ ചോദ്യം, ദ ഡയഗ്രാം ഷോസ് എ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് വിത്ത് എ റെസിസ്റ്റർ ആർ കണക്റ്റഡ് ടു എ സെൽ. ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇൻ 10 seconds. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടും റെസിസ്റ്റൻസും കാണാൻ പറ്റും അപ്പോൾ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ I ഈസ് ഈക്വൽ ടു എത്രയാണ്, 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട് I എത്ര തന്നിട്ടുണ്ട്, 2 ആംപിയർ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ടോ, ഇൻ 10 seconds. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്, ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ്. ഇക്വേഷൻ ഏതാണ്, I²RT ആണ്. സോ നമുക്ക് എഴുതാം H ഈസ് ഈക്വൽ ടു ഐയുടെ എന്ന് വെച്ചിട്ട് 2ന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്, 5 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു 5 ഇൻറ്റു 10. അപ്പോൾ 5 4 20, 20 ഇൻറ്റു 10 200. സോ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും, 200 ജൂൾ എന്ന് കിട്ടും. നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും, 200 ജൂൾ എന്ന് കിട്ടും. സോ കറക്റ്റ് ആൻസർ 200 ജൂൾ. സിമ്പിൾ ചോദ്യം. 4, മാച്ച് ദ കോളം എ ആൻഡ് കോളം ബി സ്യൂട്ടബ്ലി. AC ജനറേറ്റർ, DC ജനറേറ്റർ, ലൗഡ് സ്പീക്കർ, ട്രാൻസ്ഫോർമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മോട്ടോർ പ്രിൻസിപ്പൾ, സ്പ്ലിറ്റ് റിങ്, സ്ലിപ്പ് റിങ്. AC ജനറേറ്ററുമായിട്ട് വരുന്ന ഏതായിരിക്കും, അത് സ്ലിപ്പ് റിങ് ആയിരിക്കും. DC ജനറേറ്ററുമായിട്ട് വരുന്നത് ഏതായിരിക്കും, സ്പ്ലിറ്റ് റിങ് ആയിരിക്കും.
ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനിലായിരിക്കും. അപ്പോൾ 1 എന്ന് പറയുന്നത് 4, 2 എന്ന് പറയുന്നത് 3. 1 എന്ന് പറയുന്നത് 4, 2 എന്ന് പറയുന്നത് 3, 3 എന്ന് പറയുന്നത് 2, 4 എന്ന് പറയുന്നത് 1. സോ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ ബി ആണ് 5A. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു പോകാം. എ മൂവി പ്രൊജക്ടർ ഡിസ്പ്ലേസ് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 24 തവണ ഇത് ഈ പറയുന്ന ഒബ്ജക്റ്റ് മാറുമെന്നാണ് അർത്ഥം. ഓക്കെ. വാട്ട് പെക്യൂലിയാരിറ്റി ഓഫ് ദ ഐ ടു സീ മൂവിങ് പിക്ചർ ലൈക്ക് എ സിനിമ. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മുന്നിൽ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം നമ്മുടെ മുന്നിൽ മാറുമ്പോൾ നമുക്കതൊരു കണ്ടിന്യൂസ് മോഷനായിട്ട് തോന്നും. അത് നമ്മുടെ കണ്ണിൻ്റെ എന്ത് പെക്യൂലിയാരിറ്റി കൊണ്ടാണ് തോന്നുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. അല്ലെ, ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പെക്യൂലിയാരിറ്റി ഹെൽപ്പ്. അതെ, എന്താ പറയുന്നത്? ആൻ ഒബ്ജക്റ്റ് വി സി വിൽ റിമെയിൻ ഇൻ അവർ ഐ ഫോർ 1/16th ഓഫ് എ സെക്കൻഡ്. അല്ലേ, 1/16th ഓഫ് എ സെക്കൻഡ് എന്ത് പറ്റും? നമ്മുടെ കണ്ണിൽ റിമെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് പ്രോസസ് ചെയ്യാൻ അത്രയും സമയം വേണം. സോ ഇഫ് അനദർ ഇമേജ് കംസ്, അല്ലെ, ഈ പറയുന്ന 1/16 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള എത്രയാണ്? 24 ആണ്. അപ്പോൾ ഈ പറയുന്ന അല്ലെ ഒരു 1/16th ഓഫ് എ സെക്കൻഡ് വേണം. അപ്പോൾ അതിന് മുമ്പ് അടുത്ത ഇമേജ് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ദ 2 images ആർ പ്രോസസ്ഡ് സൈമൾട്ടേനിയസ്ലി. അല്ലെ, സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യും. സോ നമുക്ക് എന്ത് പറ്റും? അതൊരു അനിമേഷൻ പോലെയോ മൂവി പോലെയോ തോന്നും. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കിട്ടും. ഓക്കെ. 5B. ഇഫ് 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ ഓവർലാപ്പ് ഓൺ എ സ്ക്രീൻ, വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? അപ്പോൾ നമുക്കറിയാം ചോദിച്ചിട്ടുള്ളത് എന്താണ്, പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 കളറുകൾ. ഏതൊക്കെയാണ്? റെഡും ഗ്രീനും. അല്ലേ, അപ്പോൾ റെഡും ഗ്രീനും പരസ്പരം ചേർന്നാൽ അവിടെ ഉണ്ടാകുന്ന സെക്കൻഡറി ഏതാണ്? നമുക്കത് അറിയാം, യെല്ലോ ആണ്. അല്ലേ, RGB. റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ അല്ലേ, റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും കൂടെ ചേരുന്ന നമുക്ക് മജന്ത കിട്ടും. ഗ്രീനും ബ്ലൂ കൂടെ ചേരുന്ന നമുക്ക് ഏത് കിട്ടും? സിയാൻ കളറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് കളർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതിൻ്റെ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദിസ് സെക്കൻഡറി കളർ? അല്ലെ, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? അപ്പോൾ യെല്ലോ ഫോം ചെയ്തിട്ടുള്ളത് റെഡും ഗ്രീനും കൂടിയാണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ എന്താ? ഏതൊരു സെക്കൻഡറി കളറിനോടൊപ്പം മറ്റൊരു പ്രൈമറി കളർ ചേരുമ്പോഴാണോ വൈറ്റ് കളർ കിട്ടുന്നത്, അതാണ് കോംപ്ലിമെൻ്ററി. അപ്പോൾ യെല്ലോയ്ക്ക് ഇനി വൈറ്റ് കളർ കിട്ടണമെങ്കിൽ ചേരേണ്ട പ്രൈമറി ഏതാണ്? ബ്ലൂ ആണ്. അപ്പോൾ ഇവിടുത്തെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ ആണ്. അതായത് യെല്ലോ പ്ലസ് ബ്ലൂ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്നത് കോംപ്ലിമെൻ്ററി കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളറിനോടൊപ്പം, ഏത് സെക്കൻഡറി കളറിനോടൊപ്പമാണോ മറ്റൊരു പ്രൈമറി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റ് കിട്ടുന്നത്. ഇവരെയാണ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോയ്ക്ക് കോംപ്ലിമെൻ്ററി ബ്ലൂ, മജന്തയ്ക്കാണെങ്കിൽ അത് ഗ്രീൻ, സിയാൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? റെഡ് ആയിരിക്കും. 6ാമത്തെ ചോദ്യം. എ സോണാർ ഡിവൈസ് ഓൺ എ ഷിപ്പ് സെൻഡ് എ സൗണ്ട് വേവ് ടു ദ സീ ഫ്ലോർ ആൻഡ് റിസീവ് ദ എക്കോ ഇൻ 4 seconds later. If the speed of the sound wave is 1500 meter per second, what is the depth of the sea? സിമ്പിൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ചോദ്യം, അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള, കണ്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള സെയിം ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 1500, പോയിട്ട് വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്, ബൈ 2. അപ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 3000 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? 3000 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? 3000 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, 7ാമത്തെ ചോദ്യത്തിൽ പറയുന്ന ഉത്തരം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ കോൺകേവ് ലെൻസ് പാരലൽ ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ ആക്സിസ് ഡ്രോൺ ബൈ എ ചൈൽഡ് ഈസ് ഗിവൺ ബിലോ. ഒരു കോൺകേവ് ലെൻസിലൂടെ ലൈറ്റ് പോകുമ്പോൾ ഫിഗറാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഇൻ ദ റേ ഡയഗ്രാം? ഇവിടെ മിസ്റ്റേക്ക് എന്താണ്? ഹിയർ ദ റേസ് ആർ എന്താണ്? കൺവേർജിങ്, ബട്ട് ആക്ച്വലി ദ റേസ് വിൽ എന്താണ്? ഡൈവേർജ്, അല്ലെ? ഡൈവേർജ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? കൺവേർജ് ചെയ്തു. ഇത് ഇങ്ങനെയാണ് പോവേണ്ടത്, പക്ഷേ ഇതെന്ത് പറ്റി? ഇങ്ങനെ പോയേക്കാണ്. അതാണ് തെറ്റ്. റീഡ്രോ ദ ഡയഗ്രാം. നമുക്ക് എന്ത് ചെയ്യാം? ഡയഗ്രാം ഒന്ന് റീഡ്രോ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് അതിന് ആദ്യം എന്ത് ചെയ്യണം? കോൺകേവ് വരയ്ക്കണം. ഓക്കെ, കോൺകേവ് വരയ്ക്കണം. ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഫോക്കസ്. ഇവിടെ എന്താണ്? 2F. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കടന്നു പോകുന്ന ഇങ്ങോട്ടായിരിക്കും. ബാക്കിലൂടെ റീപ്ലേസിന് കിട്ടുന്ന പോയിന്റാണ് ഫോക്കസ്. ഇത് വരച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 8ാമത്തെ ചോദ്യം. ഇൻ എ ഫിഗർ എ കണ്ടക്ടർ AB ഈസ് അറേഞ്ച്ഡ് അക്രോസ് പാരലൽ കോപ്പർ വയർ പ്ലേസ്ഡ് ഓൺ എ അക്രിലിക് ഷീറ്റ് എബവ് എ റിംഗ് മാഗ്നറ്റ് ഓഫ്
ring magnet, a 12 volt battery is connected to the parallel conductors through the bell switch. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ചോദ്യം അല്ലേ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ എ ബി വെൻ ദ ബെൽ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഏത് നിയമം ഉപയോഗിക്കും? നമുക്കറിയാം ഇവിടെ എന്താണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിട്ടുള്ള എ ബി ഈ പറയുന്ന നോർത്ത് പോളിൻ്റെ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിൻ്റെ ദിശയിൽ ഇത് മൂവ് ചെയ്യും. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. നോർത്ത് പോളിൽ നിന്ന് പുറത്തോട്ടാണ്. ബാർ മാഗ്നറ്റ് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നോർത്തിൽ നിന്ന് എപ്പോഴും പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോർത്തിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലോട്ട്, ഈ വിരൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്? ക്യൂവിലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് ക്യൂ. അടുത്ത ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് ബിക്കോസ് എന്താണ്? ബൈ യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്? വി അറിയുടെ ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവും. ജസ്റ്റിഫൈ ഒരു മാർക്കല്ലേ, എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ദ അല്ലെ, നമ്മളിത് അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. കറണ്ടിൻ്റെ ഡയറക്ഷനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടാക്കിയാൽ അല്ലേ, ഇങ്ങോട്ടാക്കിയാൽ. അപ്പോൾ എന്ത് പറ്റും? ഈ തമ്പ് ഇങ്ങോട്ടാവും, അത് പിയിലോട്ട് പൊക്കോളും. ഓക്കെ. 9ാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് ഡിവൈസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 300 ഓം അല്ലേ. ഒരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 ഓം ആണ്. ആൻഡ് ഈസ് ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് അറ്റ് എ പവർ ഓഫ് 120 watt. വാട്ട് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ദ പവർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത്? R ഈസ് ഈക്വൽ ടു 30 ഓം അല്ലേ. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഓം ആണ്. അടുത്ത് പവർ തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? 120 വാട്ടാണ്. പവർ എന്ന് വെച്ചാൽ എത്രയാണ്? 120 വാട്ടാണ് നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ദ പവർ. വോൾട്ടേജ് ആണ് നമുക്കിവിടെ എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം B ഈസ് ഈക്വൽ ടു V²/R വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? V² ഈസ് ഈക്വൽ ടു P ഇൻറ്റു R എന്നത് വെച്ചിട്ട് P ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P. P എത്രയാണ്? 120 ഇൻറ്റു 30. അപ്പോൾ 120 ഇൻറ്റു 30 12, 24, 36, 2, 0. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും? 60 എന്ന് കിട്ടും അല്ലേ. നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 60 വോൾട്ടാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 60 വോൾട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ 3 ഫോർമുലകൾ ഏതൊക്കെയാണ്? ഒന്ന് I ഇൻറ്റു V ഇൻറ്റു I. ഓക്കെ. 2 എന്താണ്? I²R. 3 എന്താണ്? V²/R. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതാണ്? നമുക്കിവിടെ V²/R ഉപയോഗിച്ച് നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ടൈപ്പ് ചോദ്യം നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു 2 കോയിൽ തന്നിട്ടുണ്ട്, ഒരു അമ്മീറ്റർ തന്നിട്ടുണ്ട്, സ്വിച്ച് തന്നിട്ടുണ്ട്. ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. എക്സ്പ്ലെയിൻ വൈ. അപ്പോൾ നമുക്കറിയാം കറണ്ട് കൊടുക്കുന്ന ഇതിനെ നമുക്ക് പ്രൈമറി എന്ന് വിളിക്കാം, കറണ്ട് കിട്ടുന്നത് നമുക്ക് ഇതിനെ സെക്കൻഡറി എന്നും വിളിക്കാം. ഇപ്പോൾ ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണോ ചോദിച്ചിട്ടുള്ളത്. എ കറണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി. അതായത് നമ്മൾ ഈ പറയുന്ന സ്വിച്ചിനെ ഓൺ ആക്കിയ സമയത്ത് ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? സെക്കൻഡറിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചത് ഇതാണ് കാരണം. ഇവിടെ കൊടുത്തിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു DC സോഴ്സാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു DC സോഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. DC സോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ചിങ് ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. DCക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് DC ഓണാക്കുന്ന സമയത്ത് ഇതുവഴി കറണ്ട് പോകും. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ നിൽക്കും. അതായത് അത് ചേഞ്ച് ചെയ്യത്തില്ല. എപ്പോൾ ചേഞ്ച് ആവും? സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറയും. അതുവരെ അത് അതുപോലെ തന്നെ നിൽക്കും.
അപ്പോൾ നമുക്കറിയാം സെക്കൻഡറിയിൽ കറണ്ട് ഇൻഡ്യൂസ് ആകണമെങ്കിൽ അവിടെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. ഇവിടെ ചേഞ്ച് ഉണ്ടാവാത്തതുകൊണ്ട് പറ്റത്തില്ല. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ടു എൻഷുവർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറണ്ട് ഇൻ സെക്കൻഡറി? അപ്പോൾ ഈ പറയുന്ന സെക്കൻഡറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണമെങ്കിൽ പ്രൈമറിയിൽ എന്ത് മാറ്റം വരുത്തണം? ഈ പറയുന്ന ഡി സിയെ മാറ്റിയിട്ട് നമ്മളവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു എ സി സോഴ്സ് കൊടുത്താൽ മതി. നമ്മൾ എന്ത് കൊടുത്താൽ മതി? ചേഞ്ച് ഡി സി സോഴ്സ് ടു ആൻ എ സി സോഴ്സ്. ഡി സിയെ മാറ്റിയിട്ട് ഒരു എ സി കാണിക്കാനായിട്ട് ഇങ്ങനെ സിമ്പിൾ കൊടുത്താൽ മതി. ഇത് എ സിയെ കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം. എ വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 kilogram. If the radius of the wheel is 0.8 meter and the radius of the axle is 0.2 meter, what is the force required to lift the load എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീലും ആക്സിലുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം വീലും ആക്സിൽ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നൊരു കാര്യം വരും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു നമ്മുടെ വീൽ ആൻഡ് ആക്സിൽ ആകുമ്പോൾ എന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലോഡ് തന്നിട്ടുണ്ട് അല്ലേ? ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ് ലോഡ് എന്ന് പറയുന്നത്? 500 kilogram. അപ്പോൾ നമുക്ക് ലോഡിനെ ന്യൂട്ടണിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഫോഴ്സിലോട്ട് മാറ്റണം. 500 × 9.8 അല്ലേ? നമുക്ക് ഒരു ആൻസർ കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എഫേർട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? കണ്ടുപിടിക്കാനുള്ള എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്? അതായത് എഫേർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്ക് ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട് അല്ലേ? ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട്. എത്രയാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്? 0.8 മീറ്റർ ആണ്. മീറ്റർ തന്നെയാണ് കിടക്കുന്നത്. സൈൻ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. സ്മോൾ ആർ തന്നിട്ടുണ്ട്. എത്രയാണ്? സ്മോൾ ആർ തന്നിട്ടുണ്ട് 0.2 മീറ്ററും ആണ്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് എഫേർട്ടാണ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ, അല്ലെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. അപ്പോൾ നമുക്ക് വേണ്ടത് എഫേർട്ടാണ്. എഫേർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ മുമ്പ് നമുക്ക് ടെസ്റ്റ് അസസ് ചെയ്തപ്പോൾ പറഞ്ഞതിൽ റെസിപ്രോക്കൽ എടുത്താൽ മതി. എഫേർട്ട് ബൈ ലോഡ് ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അതിൽ നിന്നും എഫേർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ലോഡ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ ആർ എത്ര? 0.2 ബൈ 0.8 ഇൻറ്റു 500 ഇൻറ്റു 9.8 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 1225 ന്യൂട്ടൺ എന്ന് കിട്ടും. 1225 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാൻ അറിയായിരിക്കുമല്ലോ അല്ലേ? ഇനി സിംപ്ലിഫൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഈ 0.2 2/10 എടുത്തിട്ട് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 9.8 എന്നുള്ളതിന് വേണമെങ്കിൽ 10 ആയിട്ട് എടുത്താലും നമുക്ക് ടെസ്റ്റ് നോക്കി സാധാരണ ചോദ്യത്തിൽ പറയും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കണമെന്ന്, 10 ആയിട്ട് എടുക്കണമെന്ന്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കേണ്ടത് എത്രയാണ്? 9.8 m/s² ആണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാം. കാൽക്കുലേഷൻ ബാക്കി നിങ്ങൾ നോക്കിക്കോളുമല്ലോ. അടുത്ത് 11 ബി പാർട്ട് നോക്കാം. എ ഫോഴ്സ് ഓഫ് 100 Newton ഈസ് റിക്വയർഡ് ടു പുഷ് എ ലോഡ് അപ്പ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 meter ആൻഡ് ഹൈറ്റ് 3 meter. കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പം ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. അതിലൂടെ നമുക്കൊരു ലോഡിനെ കയറ്റണം. ഓക്കെ, ഇതാണ്. അപ്പോൾ വെഡ്ജിൻ്റെ കേസാണ് വരുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് 100 Newton ഈസ് അപ്ലൈഡ് ടു പുഷ് എ ലോഡ്. അപ്പോൾ നമ്മൾ പുഷ് ചെയ്തിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 100 Newton ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 100 Newton ആണ്. എഫേർട്ടാണ് അപ്പോൾ 100 Newton. ലെങ്ത് ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് 5 meter ആണ്. 5 meter. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 meter ആണ്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? എന്താണ്? L/h ആണ്. അതായത് ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ലെങ്ത് ബൈ ഹൈറ്റിന് തുല്യമാണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അത്രേ ചോദിച്ചിട്ടുള്ളൂ. സിമ്പിളാണ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? L എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ബൈ എന്താണ്? 3. 5/3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 1.66 എന്ന് കിട്ടും, അല്ലെങ്കിൽ 1.67 എന്ന് കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അപ്പോൾ എത്രയാണ്? 1.67. അതാണ് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ സി. സെക്ഷൻ സിയിൽ 12A ചോദ്യം നോക്കി. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് ദ വേവ്? ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് വേവ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് ഡെപിക്റ്റഡ്. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? അപ്പോൾ ഇതൊരു വേവ് ആണ്. ഇത് ഇങ്ങനെ 1 2 3 വേവ് ഉണ്ട്. ഒരു വേവ് മീൻ പൊസിഷനിൽ നിന്നും മാക്സിമം നടത്തിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്.
അപ്പോൾ എത്രയാണത് 0.2 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? അത് 0.2 മീറ്ററാണ്. എത്രയാണ്? 0.2. ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ തന്നിട്ടുള്ളതുകൊണ്ട് മീറ്ററാണ്. ഇറ്റ് ടേക്സ് 3 seconds ടു ട്രാവൽ ഫ്രം O to A. O തൊട്ട് A വരെ എടുക്കാൻ എടുക്കുന്ന സമയം 3 സെക്കൻഡ് ആണെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് പിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് പെർ ടോട്ടൽ ടൈം. നമ്പർ ഓഫ് വേവ്സ് എത്രയാണ്? 1, 2, 3 വേവ്സ് ഫോം ചെയ്യുന്നു. അതിനടുത്ത സമയം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ്. സോ 1 ഹെഡ്സ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പീരീഡ് ഓഫ് ദ വേവ് അല്ലെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. 3 സെക്കൻഡ് എന്ന് എഴുതി വെക്കരുത്, ടോട്ടൽ ടൈമാണ്. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം. അടുത്ത 12ാമത്തെ ചോദ്യം, ബി പാർട്ട്. സെയിം ടൈപ്പ് ഒരു വേവ് തന്നിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഡെപിക്റ്റഡ് ഹിയർ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ ഇങ്ങനെ പോകുന്ന വേവ് എന്ന് പറയുന്നത് ഏത് വേവാണ്? അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. അതെന്ത് വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് ദ വേവ് ബി ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? വേവ് ലെങ്തും ഫ്രീക്വൻസിയും വെച്ച് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡാണ് വി, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ്, വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? ഈ വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കും. അപ്പോൾ ഈ വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ വേണം? എഫും ലാംഡയും വേണം. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് അല്ലെ. ഒരു വേവ്സ് ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് ഉണ്ടായത് ബൈ അതിനടുത്ത ടോട്ടൽ സമയം. ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, വേവ് ട്രാവൽ ഫ്രം A to B in 1 second. A ഇത് B ഇത് ഇത്രയും ദൂരം സഞ്ചരിക്കുന്ന ടോട്ടൽ സമയം 1 സെക്കൻഡ്. ആ സമയത്ത് ഉണ്ടായ വേവുകളുടെ എണ്ണം 2. അപ്പോൾ ഫ്രീക്വൻസി 2 വേവ് ബൈ 1 സെക്കൻഡ് സമയം. സോ 2 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡയിലെ എഫ് കിട്ടി. ഇനി ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകളോ ട്രഫുകളോ സെയിം പോയിന്റുകളോ തമ്മിലുള്ള ദൂരം. അപ്പോൾ ഇതുമാണ് ഒരേ ഫേസിലുള്ള 2 പോയിന്റ്. ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്? ഇവിടെ കാണുമ്പോൾ 40 എന്നാണ് കാണാൻ പറ്റുന്നത് അല്ലേ, 40. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ലാംഡ ഇസ് ഈക്വൽ ടു 40 മീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്നും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2 × 40. അപ്പോൾ 2 × 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 80 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ചോദ്യം. An image in the image AB is an object. AB എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ആണ്. Placed on the principal axis of a lens L. അപ്പോൾ ഇതൊരു ലെൻസുമാണ്. The image formed by the lens is erect and magnified. ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റും മാഗ്നിഫൈഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ ലെൻസ്. അപ്പോൾ നമുക്കറിയാം 2 തരം ലെൻസുകളേ ഉള്ളൂ മൊത്തത്തിൽ. ഏതൊക്കെയാണ് 2 തരം ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺകേവ് ലെൻസും മറ്റൊന്ന് കോൺവെക്സ് ലെൻസും. അപ്പോൾ നമുക്കറിയാം കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന ഇമേജുകൾ, നമ്മൾ പഠിച്ച ഇമേജുകൾ ഇപ്പോൾ നോക്കിയേ, ഇറക്റ്റ് ഇമേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കോൺകേവ് ആണ്. പക്ഷേ കോൺകേവിൽ ഉണ്ടാകുന്ന ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ്. അപ്പോൾ ഇറക്റ്റും എൻലാർജ്ഡുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെ, ഇറക്റ്റും മാഗ്നിഫൈഡും ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ ഏതായിരിക്കും? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലെ, ഇമേജ് ഈ പറയുന്ന എന്ത് പറ്റും? ആ രണ്ടും നേരാവണ്ണം പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇമേജ് കിട്ടും. സോ ഇവിടെ എന്ത് ലെൻസ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്? ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത് കോൺ. ഇവിടെ തന്നെ എഴുതിയാൽ മതിയല്ലോ. ഉത്തരം എയുടെ ഉത്തരം എന്താണ്? കോൺവെക്സ് ലെൻസ്. ഡ്രോ ദ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലെൻസ് വരയ്ക്കണം. ലെൻസിന് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോയിന്റ് ഫോക്കസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും 2F എന്ന് പറയുന്നത്. എഫിനും 2Fനും ഇടയിലായിട്ട് ഒബ്ജക്റ്റ് വരുന്ന കേസാണ് അല്ലേ. നേരെ പോകുന്നു, ഫോക്കസിലൂടെ പോകുന്നു, ഒബ്ജക്ട് സെൻറ്ററിലൂടെ പോകുന്നു, ഡൈവേർജ് ചെയ്ത് പോകുന്നു. ബാക്കിലോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ആയിട്ടൊരു ഇമേജിനെ കിട്ടും. ഈ ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും വലുതാണ്. സോ മാഗ്നിഫൈഡ് ആണ്, ഇറക്റ്റ് ആണ്. അതാണ് ഉത്തരം. ഓക്കെ, 14ാമത്തെ ചോദ്യം. വേറെ ഒന്നുമില്ലല്ലോ അതിനകത്ത്. 14ാമത്തെ ചോദ്യം. ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഹാസ് എ പ്രൈമറി കോയിൽ ഓഫ് 1000 ടേൺസ്. അപ്പോൾ പ്രൈമറി എണ്ണം തന്നിട്ടുണ്ട് 1000, സെക്കൻഡറി തന്നിട്ടുണ്ട് 500, പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് പവർ ഓഫ് ദ വോൾട്ടേജും കണ്ടുപിടിക്കണം. അത് സിമ്പിൾ ചോദ്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ. കാരണം ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്കിത് ഓൾറെഡി നമ്മൾ ഈ ടൈപ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 1000 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി വന്നിട്ടുണ്ട് എത്രയാണ്? 500.
പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് പ്രൈമറി വന്നിട്ടുണ്ട് എത്രയാണ്? 120 വോൾട്ടാണ്. കണ്ടുപിടിക്കാനുള്ളത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിയാണ്. നമുക്കറിയാം വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അപ്പോൾ ഇതിൽ നിന്നും വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എൻ എസ് ബൈ എൻ പി ഇൻറ്റു എന്താണ്? വി പി. എൻ എസ് എത്ര? 500 ബൈ എൻ പി എത്ര? 1000 ഇൻറ്റു വി പി എത്ര? 120. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 5 ഇൻറ്റു 12 നമുക്കറിയാം 60 സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത്. 60 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് 5 ആംപിയർ? അപ്പോൾ ഇൻപുട്ട് കറണ്ട് ഐ പി തന്നിട്ടുണ്ട്. എത്രയാണ് ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കണം. നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഉണ്ടാകത്തില്ല. സോ ഇപ്പോൾ പ്രൈമറി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം പവർ കണ്ടുപിടിക്കുന്ന വോൾട്ടേജ് എന്താണ്? വി പി ഇൻറ്റു ഐ പി ആണ്. അതെ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്താൽ മതി. വോൾട്ടേജ് പ്രൈമറി എത്രയാണ്? 120 ഇൻറ്റു എന്താണ്? 5 ചെയ്യണം. സോ എത്ര കിട്ടും? 600 വാട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 600 വാട്ട് എന്ന് കിട്ടും. കാരണം നമുക്ക് ട്രാൻസ്ഫോമർ അല്ല, അവിടെ പവർ ലോസ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, പഠിച്ചതിന് ശേഷമാണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നേക്കുന്നത്. എങ്കിലേ ഓർമ്മ കാണും ഇതൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഇയാളിത് എന്താ പറയണമെന്നൊക്കെ തോന്നും. ശരി, 14B. An ideal transformer has an input voltage of 220 volt അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? നമുക്കതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 220 വോൾട്ട്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. അപ്പോൾ വി പി 220 വോൾട്ട്. ഞാനത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി. ഔട്ട്പുട്ട് വോൾട്ടേജ് 100. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 110. അപ്പോൾ വോൾട്ടേജ് കുറച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ. ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കണം. നമുക്കറിയാം വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. നമുക്ക് വേണ്ടത് ഐ എസ് ആയതുകൊണ്ട് തിരിച്ചെഴുതാം. വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. ഇതിൽ നമുക്ക് വേണ്ടത് ഐ എസ് ആണ്. അപ്പുറത്തുള്ള വി പി ബൈ വി എസ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടുത്തെ ഐ പിയും കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് എന്ത് പ്രൈമറി എത്രയാണ്? 220 ബൈ വോൾട്ടേജ് എന്ത് സെക്കൻഡറി എത്രയാണ്? 110 ഇൻറ്റു 2 എന്ന് വരും. 0 വെട്ടി പോവും. നമുക്ക് എന്ത് കിട്ടും? 22 ഇൻറ്റു 2 അല്ലെ. 22 ഇൻറ്റു 2 ബൈ എന്ത് വരും? 22 ബൈ 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെട്ടിയിട്ട് 2 എന്ന് എഴുതാം. 2 × 2 4 ആംപിയർ എന്ന് പറയും. ശരിയാണോ? ശരിയാണല്ലേ. കാരണം സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ വോൾട്ടേജ് കുറയും. അപ്പോൾ കറണ്ട് 2 നിന്ന് 4 കൂടണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ടു ദ സെക്കൻഡറി കോയിൽ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ടു ദ സെക്കൻഡറി കോയിൽ, അതായത് ടു ദ സെക്കൻഡറി. അപ്പോൾ വി എസ് നമുക്ക് എന്താണ്? എൻ എസ് ബൈ അല്ലെ സെക്കൻഡറിയിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. പ്രൈമറി ടു സെക്കൻഡറി. അപ്പോൾ എന്താണ്? എൻ പി ബൈ എൻ എസ് കണ്ടുപിടിക്കും. എൻ പി ബൈ എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും അത് വി പി ബൈ വി എസിന് ഈക്വൽ ആയിരിക്കും. വി എസ് ബൈ വി പി എസ് ഈക്വൽ എൻ എസ് ബൈ എൻ പി. അത് വെച്ചിട്ടൊന്ന് തിരിച്ച് മറിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് എൻ പി ബൈ എൻ എസ് എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും? വി പി എത്രയുടെ? വി പി 220 ബൈ വി എസ് എത്രയാണ്? 110. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/1 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. അടുത്ത്, ഇഫ് ദ ഇലക്ട്രിക് അപ്ലയൻസസ് വിത്ത് 110 വോൾട്ട് 500 വാട്ട് പവർ ഈസ് കണക്റ്റഡ് ടു ദ സെക്കൻഡറി ട്രാൻസ്ഫോമർ ആൻഡ് ഓപ്പറേറ്റഡ്, വിൽ ദ ആക്ച്വൽ പവർ ബി അവൈലബിൾ എക്സ്പ്ലെയിൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിന് സെക്കൻഡറിയിലോട്ട് 110 വോൾട്ടിൽ 500 വാട്ട് പവർ ഔട്ട്പുട്ട് തരുന്ന ഒരു ഉപകരണത്തിനെ കണക്ട് ചെയ്താൽ അത് ഫുൾ പവറിൽ ഓപ്പറേറ്റ് ചെയ്യൂ. എന്ന് വെച്ചാൽ ഇവിടുത്തെ സെക്കൻഡറി കോയിലിൽ കിട്ടുന്ന പവർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ള. സെക്കൻഡറി കോയിലിൽ കിട്ടുന്ന പവർ 500 വാട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിവൈസ് എന്ത് ചെയ്യും? 500 വാട്ടിൽ വർക്ക് ചെയ്യും. പക്ഷെ നമുക്കറിയാം സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 110 ആണെങ്കിലും അവിടുത്തെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വി എസ് ഇൻറ്റു എന്താണ്? ഐ എസ് ആയിരിക്കും. ഇവിടെ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 110ഉം ഐ എസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? ഐ എസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 4 അല്ലെ. ഐ എസ് എന്ന് പറഞ്ഞാൽ കിട്ടിയത് എത്രയാണ്? 4. അപ്പോൾ 440 വാട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പവർ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇവിടെ വേണ്ടത് എത്രയാണ്? 500 വാട്ട് പവർ ഔട്ട്പുട്ട് വേണം. അപ്പോൾ 440 കിട്ടത്തുള്ളൂ.
സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിൽ ദ ആക്ച്വൽ പവർ ബി അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? നോ. ഹിയർ ദ സെക്കൻഡറി കോയിൽ ഹാസ് എ പവർ ഓഫ് 440 വാട്ട് അല്ലേ? 110 വോൾട്ടിൽ 440 വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഡിവൈസിന് വേണ്ടത് 500 വാട്ടാണ്. സോ ഈ പറയുന്ന സെക്കൻഡറി ഡിവൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? റേറ്റഡ് പവറിൽ വോൾട്ടേജ് അല്ലെങ്കിൽ റേറ്റഡ് പവറിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, 15ാമത്തെ ചോദ്യം. എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീഫ് ആൻഡ് റെഡ് ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ റെഡ് ലൈറ്റ്. വാട്ട് വിൽ ബി ദ ഒബ്സർവബിൾ കളർ ഓഫ് ദ ലീവ്സ് ആൻഡ് ദ ഫ്ലവേഴ്സ്? ഗീവ് റീസൺ അല്ലേ? അപ്പോൾ ഒരു പച്ച ഇലയും ചുവന്ന പൂവും ചുവപ്പ് നിറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പച്ച നിറവും ചുവന്ന പൂവും നമ്മൾ വയ്ക്കുന്നത് ചുവപ്പിലാണെങ്കിൽ പച്ച എന്ന് പറയുന്നത് ഡാർക്കായിട്ടും ചുവപ്പെന്ന് പറയുന്നത് ചുവപ്പായിട്ടുമായിരിക്കും കാണുന്നത്. കാരണം ഗ്രീനും റെഡും പ്രൈമറിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രൈമറി മറ്റൊരു പ്രൈമറി കളർ നോക്കിക്കഴിഞ്ഞാൽ ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്, റെഡായിട്ടും കാണും. അതാണ് എൻ്റെ റീസൺ. ഇഫ് എൻ യെല്ലോ ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ ദ സെയിം ലൈറ്റ്, ഒരു യെല്ലോ ഫ്ലവറാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡും ഗ്രീനും കൂടെയാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് ഈ പറഞ്ഞ ഫിൽറ്ററിൻ്റെ നിറം ഏതാണോ ആ നിറം മാത്രം കാണാൻ പറ്റും. സോ റെഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യെല്ലോ ഫ്ലവർ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? റെഡായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, റെഡ്. അടുത്ത 16ാമത്തെ ചോദ്യം. ദ ഫോളോയിങ് അപ്ലയൻസസ് ആർ യൂസ്ഡ് ഡെയിലി ഇൻ എ ഹൗസ്. എൻ 200 വാട്ട് ടെലിവിഷൻ ഫോർ 5 hours, എ 40 വാട്ട് LED ബൾബ് ഫോർ 4 hours. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ബിൽ ഫോർ 30 days ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് 5 per unit. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളൊരു വീട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടി വി ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എനർജി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പവർ ഇൻറ്റു ടൈം ഇൻറ്റു നമ്പർ ഓഫ് ഡിവൈസസ്. അപ്പോൾ ടി വിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വാട്ട്. അപ്പോൾ ടി വിയുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 വാട്ട്. എത്ര സമയം ഓപ്പറേറ്റ് ചെയ്യുന്നത്? 5 hours ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ്? 200 × 5 അല്ലേ? അപ്പോൾ എത്രയാണ്? 1000 വാട്ട് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? വാട്ട് അവർ ആണ് ഇവിടുത്തെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്ത് LED ബൾബാണ് ഉള്ളത്. LED ബൾബ്. അപ്പോൾ LED ബൾബിൻ്റെയും പവർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 40 ആണ്. സമയം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 4 മണിക്കൂറാണ്. എത്ര എണ്ണമാണ് ഉള്ളത്? 5 എണ്ണമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് 5 4 20 20 × 40 എന്ന് വരും. അപ്പോൾ 20 × 40 നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? അപ്പോൾ 40 × 5 4 20 അല്ലേ? അപ്പോൾ എത്ര? 40 × 4 2 8 2 0 800 വാട്ട് എന്ന് വരും. എത്ര വരും? 800 വാട്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് ടി വിയുടെയും അല്ലെങ്കിൽ LED-യുടെയും പവർ കിട്ടി. തീർന്നോ? ഇല്ല. ഇത് ഒരു ദിവസത്തെയാണ് കിട്ടിയത്. അങ്ങനെ 30 ദിവസം. അപ്പോൾ ഒരു ദിവസത്തെ ടോട്ടൽ എനർജി എത്രയാണ്? ഒരു ദിവസത്തെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് ടി വിയുടെ 1000 പ്ലസ് LED ബൾബുകളെല്ലാം കൂടി ചേർന്ന് വരുന്ന 800. സോ എത്രയാണ്? 1800 വാട്ട് അവറാണ് ഒരു ദിവസത്തെ. നമുക്ക് വേണ്ടത് 30 ദിവസത്തെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1800 നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 54,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 54,000 വാട്ട് അവർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം യൂണിറ്റ് വാട്ട് അവർ നമുക്കതിനെ കിലോ വാട്ട് അവറിലോട്ട് മാറ്റണം. വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യാനും തെറ്റൊന്നുമില്ല. എങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻ യൂണിറ്റ് അഥവാ ഇൻ യൂണിറ്റ് മാച്ച് കളഞ്ഞോട്ടെ. ഇൻ യൂണിറ്റിലോ അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലോ നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി കൺസംഷൻ എന്ന് പറയുന്നത് 54,000 ബൈ 1000 ആണ്. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 കിലോ വാട്ട് അവർ എന്ന്. അപ്പോൾ 1 കിലോ വാട്ട് അവറിന് 5 രൂപയാണെങ്കിൽ 54 എത്രയായിരിക്കും? 54 × 5 എന്ന് പറയും. അപ്പോൾ 54 × 5 നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര? 270 രൂപയെന്ന് എത്ര കിട്ടും? 270 റുപ്പീസാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യം. ആൻ ഇമേജ് ഷോസ് എ നെയിൽ ബീങ് പുൾഡ് ഔട്ട് യൂസിങ് എ നെയിൽ പുള്ളർ. വിച്ച് ടൈപ്പ് ഓഫ് എ ലിവർ ഈസ് നെയിൽ പുള്ളർ? നെയിൽ പുള്ളർ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഓർഡർ ലിവർ ആണല്ലേ? കാരണം നമുക്കറിയാം നമ്മുടെ നെയിൽ ഇവിടെ ഇരിക്കുന്നു. ഈ പറയുന്ന ഹാമറിൻ്റെ നമ്മുടെ തറയിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇതാണ് ഫൽക്രം, ഇതാണ് ലോഡ്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇത് ഇവിടെ ആയിരിക്കും. അപ്പോൾ എഫേർട്ട്, ഫൽക്രം, ലോഡ്. അപ്പോൾ എന്താണത്? ഫസ്റ്റ് ഓർഡറാണ്. ഏതാണ്? ഫസ്റ്റ് ഓർഡർ ലിവറാണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫൽക്രം ഈസ് ഇൻ ദ മിഡിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് 50 Newton ഈസ് അപ്ലൈഡ് ടു പുൾ എ നെയിൽ. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് 5. വാട്ട് ഈസ് ദ ഫോഴ്സ്? അപ്പോൾ നമുക്ക്
എഫേർട്ട് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടുപിടിക്കണം. നമുക്കറിയാം അല്ലേ, ഫോഴ്സ് ബൈ എഫേർട്ടാണ് എന്തെന്ന് പറയുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര നമുക്കറിയില്ല, ബൈ എഫേർട്ട് എത്ര 50. അപ്പോൾ ഫോഴ്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 5 × 50. 5 × 50 250 ന്യൂട്ടൺ ആണ് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് എത്രയാണ്? 250 ന്യൂട്ടൺ. അടുത്ത സെക്ഷൻ ഡി, ലാസ്റ്റ് പാർട്ടാണ്. എ മാഗ്നറ്റിക് നീഡിൽ ഈസ് അറേഞ്ച്ഡ് നിയർ ദ എൻഡ് ബി ഓഫ് എ സോളിനോയിഡ് നെയിംഡ് എ ബി. അപ്പോൾ എ ബി എന്ന സോളിനോയിഡിൻ്റെ ഈ എൻഡിലായിട്ടൊരു കോമ്പസ് വെച്ചിട്ടുണ്ട്. വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് അട്രാക്റ്റഡ് ടു ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ പറയുന്ന കോമ്പസിൻ്റെ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ ഇതുമായിട്ട് അട്രാക്റ്റ് ആവുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പോളുകളാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു സോളിനോയിഡ് കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ, അതിൽ നമ്മൾ വിരലുകൾ മടക്കുകയാണെങ്കിൽ നമ്മുടെ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും നോർത്ത് പോൾ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിരൽ മടക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ല ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ നോർത്തും സൗത്തുമായിട്ടായിരിക്കും അട്രാക്റ്റ് ആവും. അപ്പോൾ വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഏത് പോളാണ് ബിയുമായിട്ട് അട്രാക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് പോളാണ്. മാഗ്നറ്റിൻ്റെ സൗത്ത് പോള്, ഇവൻ്റെ സൗത്ത് പോൾ, അതായത് നോർത്ത് പോൾ ആയതുകൊണ്ടാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് ദ ആൻസർ. ബിക്കോസ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ സോളിനോയിഡ് ഇൻ ദിസ് ഡയറക്ഷൻ ബൈ യൂസിങ് എന്താണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ, വി ക്യാൻ സേ ദാറ്റ് എന്താണ്, ഇഫ് വി കേൾ ദ fingers of the right hand in the direction of the movement of the current, then the thumb will point in the direction of the north pole. So here the point B will act as the north pole. So opposite poles attract. So the south pole of the magnetic needle will be attracted to the B part. ഇതാണ് ഉത്തരം. Suggest any two ways to increase the magnetic strength of a solenoid. Increase the number of turns, increase the current. രണ്ട് എഴുതി ചോദിച്ചാൽ മാർക്ക് കിട്ടും. അതിൽ തന്നെ ബി സെയിം ടൈപ്പ് ചോദ്യം. A current carrying loop is arranged near the end B of a solenoid AB. AB എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ എൻഡിലായിട്ട് ബി എന്ന് പറയും ഇങ്ങനെ ബിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ലൂപ്പിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ലൂപ്പ് പഠിച്ചതാണ്. കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലേ? കറണ്ട് എന്താണ്? ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അകത്ത് നിന്ന് പുറത്തോട്ടായിരിക്കും. അതായത് ഇതായിരിക്കും നോർത്ത് പോള്, ഇതായിരിക്കും സൗത്ത് പോള്. വരച്ച് പഠിപ്പിച്ച് തന്ന കാര്യമാണ്. അറിയില്ലെങ്കിൽ മറന്നുപോയെങ്കിൽ ക്ലാസ് കണ്ടിട്ട് വരണം. വിച്ച് ടെർമിനൽ ഓഫ് എ സെൽ, അതായത് ഈ പിയും ക്യൂവും ഒഴിച്ചിട്ടേക്കാണ്. ഇവിടെ നമുക്ക് ഒന്നുകിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? നെഗറ്റീവും പോസിറ്റീവും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഏതാണോ കൊടുക്കുന്നത് എന്ത് പറ്റണം? സോ ദാറ്റ് ദ കണ്ടക്ടർ ലൂപ്പ് ഈസ് റിപ്പൽഡ് ഫ്രം ദ എൻഡ് ബി. എൻഡ് ബിയുടെ അടുത്തിരിക്കുന്ന ഈ കണ്ടക്ടർ ലൂപ്പ് ഇവിടുന്ന് റിപ്പൽ ചെയ്ത് പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഡയറക്ഷൻ്റെ ഏതാണ്? അതായത് ഇവിടെ പോസിറ്റീവ് കൊടുത്താൽ നിങ്ങൾക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതായിരിക്കും നോർത്ത് പോള്. പക്ഷെ നിങ്ങൾക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. തെറിച്ചു പോവോ? ഇല്ല. അപ്പോൾ നമുക്ക് അറിയണം എന്താണ് നമ്മൾ പിയിൽ കൊടുക്കേണ്ടത് സൗത്തും ബാറ്ററിയുടെ സൗത്ത് പോളും, ക്യൂവിൽ കൊടുക്കേണ്ടത് പോസിറ്റീവ് ടെർമിനലും ആണ്, അല്ലേ? അതാണ് പോസിറ്റീവ് ടെർമിനലും ആണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫിംഗർ കേൾ ചെയ്യേണ്ടത് എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് എയിലായിരിക്കും. അപ്പോൾ ഇത് നോർത്ത് പോളാവും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ബി സൗത്ത് പോളാവും. സൗത്തും റിപ്പൽ ചെയ്യും, തെറിച്ചു പോകും. സോ വിച്ച് ടെർമിനൽ ഓഫ് ദ സെൽ ഷുഡ് ബി കണക്റ്റഡ് ടു പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയണം. പിയിൽ നെഗറ്റീവ് ടെർമിനൽ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ലൂപ്പ് ഇവിടുന്ന് തെറിച്ചു പോകത്തുള്ളൂ. വെൻ ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് ഈസ് ഇൻക്രീസ്ഡ്, വാട്ട് ചേഞ്ചസ് ഒക്കേഴ്സ് ടു ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിംഗിൾ ലൂപ്പ്. ഈ പറയുന്ന പി ക്യൂ കണക്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന സോളിനോയിഡിൻ്റെ കറണ്ട് നമ്മൾ കൂട്ടി അതിൻ്റെ ഫ്ലക്സ് കൂട്ടിയാൽ ഈ ഇരിക്കുന്ന രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഫ്ലക്സിന് മാറ്റം വരുമോ ഇല്ലെന്നാണ്. അത് മാറ്റമൊന്നും വരത്തില്ല, അത് മ്യൂച്വൽ ഇൻഡക്ഷനിലേ വരുള്ളൂ. ഇവിടെ അതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? നോ ചേഞ്ച് ആണ് ഉത്തരം. നോ ചേഞ്ച്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ചോദ്യം തന്നിട്ടുള്ളത്. അടുത്ത്, ഇഫ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പോയിന്റ് പി. അപ്പോൾ നമ്മളിവിടെ മാറ്റിയിട്ട് പോസിറ്റീവ് ടെർമിനൽ പിയിലും കൊടുത്തു, നെഗറ്റീവ് ടെർമിനൽ ക്യൂവിലും കൊടുത്താൽ വിച്ച് എൻഡ് ഓഫ് ദ സോളിനോയിഡ് വിൽ നോർത്ത് പോൾ ബി ഫോം. എങ്കിൽ ഇതിൽ നോർത്ത് പോൾ എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതായിരിക്കും. കറണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് നോർത്ത് പോളായിരിക്കും. ഓക്കെ, നോർത്ത് പോളായിരിക്കും. ഓക്കെ, ബിയിലായിരിക്കും അപ്പോൾ നോർത്ത് പോൾ ഫോം ചെയ്തത്. ബി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത, ഹൗ ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് കാരിങ് സോളിനോയിഡ് ഡിഫർ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും
സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ്, സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ്. നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റും ബാർ മാഗ്നറ്റും തമ്മിൽ പഠിച്ച വ്യത്യാസം എല്ലാം ഇവിടെ എഴുതി വയ്ക്കാം. 1 മാർക്ക് ആയതുകൊണ്ട് 2 പോയിന്റ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ, ചോദ്യം ഒട്ടും തന്നെ ഈസി അല്ല, അത്യാവശ്യം നല്ല പാടാണ്. ആൻസർ കീയും നമ്മൾ ഇതിൻ്റെ കൂടെ അത് നിങ്ങൾക്ക് അന്ന് തന്നെ കിട്ടിക്കാണല്ലോ, ഈ PDF നിങ്ങൾക്ക് കിട്ടിക്കാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടഫ് ചോദ്യങ്ങളാണ് വരുന്നത്. കോൺസെപ്റ്റ് നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടും. സോ നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ തറവായി പഠിക്കുക, കാണാപ്പാഠം പഠിക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നും ഞാൻ പഠിപ്പിക്കുന്ന നമ്മളിട്ട വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞ് എഴുതിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. സോ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. സോ ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇത്തരം ചോദ്യപേപ്പറുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.